സമാജ്വാദി പാർട്ടി നേതാവായ ജയ ബച്ചൻ നിലവിൽ രാജ്യസഭാ എംപിയാണ്. അവർ പറഞ്ഞത് 65 വയസ്സിന് ശേഷമുള്ള ഇന്ത്യയിലെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് പേടിയാകുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വെട്ടിച്ചിരിക്കുന്നു. അവർക്ക് ഒരിക്കലും ലോൺ കൊടുക്കാൻ ഒരു ബാങ്കുകളും തയ്യാറാകുന്നില്ല. അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അവരെ കൊല്ലണമായിരുന്നോ എന്ന രീതിയിലാണ് ജയ ബച്ചൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് മോദി ഭരണത്തിന്റെ കീഴിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ സമാജ്വാദി പാർട്ടിയുടെ വലിയ വിജയത്തിന് കാരണമാകും. 300-ൽ പരം സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് ജയ ബച്ചൻ പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സമാജ്വാദി പാർട്ടിയുടെ തന്നെയാണ്. 80 സീറ്റുകളുള്ള UP പോലുള്ള ഒരു സ്റ്റേറ്റിൽ BJPയെ അടപടലം പൂട്ടിക്കെട്ടിയ ഒരു ഇക്വേഷൻ സമാജ്വാദി പാർട്ടി നടത്തി. UP പോലൊരു സംസ്ഥാനത്തെ വിഘടിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ജയ ബച്ചൻ പറഞ്ഞിരിക്കുകയാണ്. 26 കോടി ജനങ്ങളാണ് UPയിലെ പോപ്പുലേഷൻ. കാരണം ഇത്രയുമധികം ജനങ്ങളെ മാനേജ് ചെയ്യാൻ ലക്നൌവിലിരുന്നു കൊണ്ട് യോഗിക്കോ യോഗിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിനോ കഴിയുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള അനാസ്ഥയ്ക്ക് കാരണമാകും.